ഞാൻ ഡോക്ടർ മുബീൻ, ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ജീവിതശൈലി രോഗങ്ങൾ. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ തെറ്റായ ജീവിതശൈലികൾ, എങ്ങനെയാണത് അനാരോഗ്യത്തിലേക്ക് അല്ലെങ്കിൽ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്? പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട്. അതിലൊന്നാമത്തത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ആരോഗ്യത്തിലേക്കുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ നമ്മൾ ഒരു ജീവിതശൈലി രോഗത്തിലേക്ക് പോവില്ല. രണ്ടാമത്തത് നമ്മുടെ വ്യായാമങ്ങളാണ്. നമ്മുടെ വ്യായാമങ്ങൾ നമുക്കറിയാം, ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ വ്യായാമങ്ങൾ ശീലമാക്കിക്കൊണ്ട് നമ്മൾ അനാരോഗ്യത്തെ ചെറുക്കണം. മൂന്നാമത് നമ്മുടെ ഭക്ഷണ രീതികളാണ്. നമ്മുടെ ഭക്ഷണം നമുക്കറിയാം, നമ്മൾ കഴിക്കുന്നതെന്തോ അതാണ് ഭക്ഷണം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതെന്തോ അതാണ് പോഷകം. അപ്പോൾ നമ്മുടെ ഭക്ഷണം പോഷകപ്രദമായിരിക്കണം, അത് അമിതമാവരുത്, ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനാരോഗ്യത്തിലേക്ക് പോകുന്നതിന് നമുക്ക് തടയാൻ പറ്റും. നാലാമത്തത് നമ്മുടെ ഉറക്കവും വിശ്രമവുമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരം നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു മെഷീനെ പോലെയാണ്. അപ്പോൾ ഇതിന് ആവശ്യമായി വിശ്രമം കൊടുത്തിട്ടില്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണം സംഭവിക്കുകയും കോശങ്ങളുടെ ലെവലിൽ വരെ അതിന് ആവശ്യമായി വിശ്രമം നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ ക്രമേണ രോഗത്തിന് അടിമപ്പെടുന്ന അവസ്ഥയുണ്ടാകും. നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ റിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു ഉറക്കത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശരിയായ രൂപത്തിൽ ഉറങ്ങുക എന്നുള്ളതും ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ബുള്ളറ്റുമാനുമാണ്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. മൊറയൂരിനടുത്ത് വാലഞ്ചേരി സലഫി റോഡിലാണുള്ളത്. ഇവിടെ നമുക്ക് റെസിഡൻഷ്യൽ ഫിസിയോതെറാപ്പി സെൻറ്റർ കാണാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ മുബീൻ സാറെ കുറച്ച് വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ബാക്കി ഇവിടുത്തെ ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഡോക്ടറോട് തന്നെ ചോദിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. സാറിൻ്റെ ഇവിടുത്തെ ഈ ഒരു തെറാപ്പി സെൻറ്റർ, ഫിസിയോതെറാപ്പി സെൻറ്ററിലെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് ഡോക്ടറോടൊന്ന് ചോദിക്കാം. അപ്പോൾ അതാണ് നമ്മളെ ഫിസിയോതെറാപ്പി സെന്ററിന്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടർ മുബീനാണ് നമ്മളെ കൂടെ ഉള്ളത്. ഡോക്ടർ മുബീൻ സാർ ഒരുപാട് എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഞാൻ ഏകദേശം 23 വർഷമായി. 23 വർഷമായിട്ട് ഈ ഒരു ഫിസിയോതെറാപ്പി ഒരു ഫീൽഡിലുള്ള മോങ്ങത്ത് ഈ ഒരു വാലഞ്ചേരി മൊറയൂർ ഈ ഒരു ഇതല്ലാതെ ഇതിനൊരു ബ്രാഞ്ച് ഉണ്ട് ഇവിടെ ഐക്കരപ്പടിക്കടുത്ത് കുറിയാടത്ത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ ചിലപ്പോൾ ചോദിക്കാനുണ്ടാവും. കാരണം ഇത് കാണുന്നവരിന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാവും. ഈ സ്ട്രോക്ക് കഴിഞ്ഞവരുണ്ടാവും, അതുപോലെ തന്നെ മുട്ടുവേദന, കാലുവേദന. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഉള്ള ഈ റെസിഡൻഷ്യൽ തെറാപ്പി എന്ന സെന്റർ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശരിക്കും അത് റെസിഡൻഷ്യൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മെഡിക്കൽ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ രോഗികൾക്ക് സാധാരണഗതിയിൽ അവിടുന്ന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കും. മെഡിക്കലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് അവർ ഡിസ്ചാർജ് ചെയ്യും. യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഇപ്പം സ്ട്രോക്ക്, ഉദാഹരണത്തിന് സ്ട്രോക്ക് ആയിട്ടുണ്ട്. സ്ട്രോക്കില് സാധാരണഗതിയിൽ ഡിസ്ചാർജ് ആക്കിയ വ്യക്തികൾക്ക് ഒരു വൺ സൈഡ് വീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുകൊണ്ട് വലിയ പ്രയാസമായി. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ അവർക്ക് ഒരു താമസിക്കാൻ ഒരു ഇടം കൊടുക്കുക, അവിടെ തന്നെ ഫിസിയോതെറാപ്പി അവൈലബിൾ ആക്കുക എന്നൊരു കൺസെപ്റ്റാണ്. അപ്പൊ അവർക്ക് താമസിച്ചുകൊണ്ട് ചികിത്സിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് അവർക്ക് അത്യാവശ്യം മൂവ്മെന്റ്സും ഒക്കെ, അതായത് എണീറ്റ് നിൽക്കാനും ഒന്ന് നടക്കാനും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്കാണ്ട് ഒരാളുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഡിസ്ചാർജ് ചെയ്തിട്ട് അവരുടെ വീടിനടുത്തുള്ള ഫിസിയോതെറാപ്പി സെന്ററുകളിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒ പിയിൽ വന്നിട്ടോ അവർക്ക് ട്രീറ്റ്മെന്റ്. അതെ അതെ അതെ. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് AC റൂമും നോൺ AC റൂമും ഒക്കെ എല്ലാം സൗകര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ യാത്ര ചെയ്തിട്ട് ചിലപ്പോൾ വണ്ടിയിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, ചിലപ്പം ഡെയിലി പോക്ക് വരവ് പോയി വന്ന് വീട്ടിലേക്ക് പോയിട്ട് വരുന്ന ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരാൾ ബൈസ്റ്റാൻഡർ കൂടിയിട്ടില്ലേ? അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റപ്പ് അല്ല ഇവിടെ, ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഫിസിയോതെറാപ്പിയിൽ എന്ത് ചികിത്സ ഉണ്ടോ അതെല്ലാം ഇവിടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന് ചില ആളുകൾക്ക് ഒരു ദിവസം ഒരു നേരം മതിയാവും, ചില ആളുകൾക്ക് 2 നേരം വേണ്ടി വരും. സ്ട്രോക്കിലൊക്കെ മിക്കവാറും 2 നേരം തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഏർലി
റിക്കവറി കിട്ടണമെങ്കിൽ നമ്മൾ അതിന് ആദ്യത്തിൽ തന്നെ ചികിത്സിക്കണം. പിന്നെ ഡിസ്ചാർജ് രോഗം വന്ന് കുറച്ച് കഴിഞ്ഞിട്ടല്ല, ആദ്യത്തിൽ തന്നെ. ഇപ്പൊ സ്ട്രോക്കിലൊക്കെ പ്രത്യേകിച്ചും മെഡിക്കലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ മെഡിക്കലി സ്റ്റേബിൾ ആവുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചെറിയ മൂവ്മെന്റ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഇനിയിപ്പോ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ ഇതുപോലത്തെ സെന്ററുകളിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏർലി റിക്കവറി ഉണ്ടാവും. അവർ സ്വന്തമായിട്ട് തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക്. അല്ല, അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവർ തന്നെ ഈ കാലപ്പഴക്കുള്ള മുട്ടുവേദന, അതുപോലെ തന്നെ ബാക്ക് പെയിൻ, ഊരവേദന, അപ്പൊ അതിനൊക്കെ ഇവിടെ ചികിത്സ ഉണ്ടോ? അതിന് ചികിത്സ. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തുകയാണ് വേണം. എന്താണ് കാൽമുട്ട് വേദനക്ക് കാരണം, ഊരവേദനക്ക് കാരണം. അപ്പൊ അങ്ങനത്തെ ചില ആളുകൾക്ക് അത് മെഡിക്കൽ ട്രീറ്റ്മെന്റിനോട് കൂടെ തന്നെ, മരുന്ന് ഉപയോഗിക്കുന്നതിനോട് കൂടെ തന്നെ ഫിസിയോതെറാപ്പി കൂടെ ചെയ്താൽ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പം അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണ്ടി വരും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ആ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അവർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ കൗൺസിലിംഗ്, നമുക്കിവിടെ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അതായത് ഇങ്ങനത്തെ പേശി, ഇപ്പൊ അത് സാധാരണഗതിയിൽ മറ്റു അസുഖങ്ങളെ പോലെ പനി, തലവേദന എന്നുള്ള പറഞ്ഞ അസുഖങ്ങളെ പോലുള്ള ഒരു അസുഖമല്ലല്ലോ ഈ പിന്നെ റീഹാബിലിറ്റേഷൻ ആവശ്യം വരുന്നത്. കാരണം ഇത് ചിലപ്പോൾ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട. അപ്പൊ ഈ രോഗികൾ അതിനനുസരിച്ച് അവർക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും, രോഗികളുടെ ബന്ധുക്കൾക്ക് ഉണ്ടാവും, മക്കൾക്ക് ഉണ്ടാവും. അപ്പൊ ഇവരെയൊക്കെ ചിലപ്പോൾ ഒന്ന് കൗൺസിൽ ചെയ്യേണ്ടി വരും. കാരണം രോഗിയുടെ ഒരു മെന്റൽ പിന്നെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അവരൊരു പിന്നെ എന്താ പറയുക, മാനസികമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നല്ല രൂപത്തിൽ നിർത്തണം. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയൊക്കെ അവർക്ക് കൊടുക്കണം. ആ രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവും, നമുക്ക് ട്രീറ്റ്മെന്റ് റിസൾട്ട് വരുള്ളൂ, റിക്കവറി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള കൗൺസിലേഴ്സും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഫിസിയോതെറാപ്പി തെറാപ്പി എന്ന് പറയുമ്പോൾ ഈ ഫിസിയോതെറാപ്പിയിൽ ഉൾപ്പെടുന്ന ഈ സ്പീച്ച് തെറാപ്പി മറ്റുള്ള കാര്യം അവർക്ക് ആവശ്യത്തിനനുസരിച്ച് അവർ കൺസൾട്ടന്റ് വരും, അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഇതെല്ലാം ഒരു കുടക്കീഴിലാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ള ഞാൻ നമ്പർ കൊടുക്കുക. പിന്നെ മൊറയൂര് സലഫി റോട്ടിലാണ്. പിന്നെ ഡോക്ടർ ബ്രാഞ്ച് കുറിയട അവിടെ OP സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ പല ആളുകളും അവിടേക്ക് വന്ന് പിന്നെ അവിടേക്ക് അഡ്മിറ്റ് ചെയ്താൽ അവർക്ക് മാറും എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളവരെ മാത്രമേ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറുള്ളൂ. ഇവിടെ കേരളത്തിൽ നിന്ന് ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ് നമ്മളത്, മറ്റു ജില്ലയിൽ നിന്നാണെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ AC റൂം, നോൺ AC റൂം കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിച്ചണ് കാര്യങ്ങൾ, ഭക്ഷണം പാകം ചെയ്യാൻ, വയസ്സാർക്ക് നിൽക്കാൻ, ചെറിയൊരു എന്താ പറയുക ഫാമിലിയൊക്കെ ആണെങ്കിലും, അവർ ഭാര്യ ഭർത്താവ് ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ, അവർ ഭർത്താക്കന്മാർ ചില ബുദ്ധിമുട്ടിലാണെങ്കിൽ ഇവിടെ വന്നിട്ട് ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് നമ്മൾ ഈ റെസിഡൻഷ്യൽ തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ പിന്നെ എന്താ പറയാ, ചിലർ ചിന്തിക്കണോ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. റീഹാബിലിറ്റേഷൻ സെന്റർ ഹോസ്പിറ്റൽ കൺസെപ്റ്റ് പോലെയല്ല, അതുപോലെയല്ല. കാരണം റീഹാബിലിറ്റി അവർ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത കേസാണ്. അപ്പൊ അവർ മെഡിസിൻ എടുക്കുന്നുണ്ടാവും, അവർക്ക് അവരുടെ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് അണ്ടറിൽ തന്നെ ആയിരിക്കും അവർ. അപ്പൊ ഇത് പിന്നെ റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. അവരുടെ പിന്നെ ഒരു ഏർലി റീഹാബിലിറ്റേഷൻ എന്ന കൺസെപ്റ്റ് തന്നെ അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ പിന്നെ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ചെയ്തു കൊടുക്കുക. അപ്പൊ അതിനാവശ്യമായ സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കൂട്ടത്തിൽ അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റും ഉണ്ടാവും. അവരുടെ സ്പെഷ്യലിസ്റ്റ് അവരെ ട്രീറ്റ്മെന്റ് തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ റീഹാബിലിറ്റേഷൻ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വീട് പോലെ തന്നെ വന്നിട്ട് ചികിത്സിച്ചിട്ട് അസുഖം ഭേദമാക്കിയിട്ട് തിരിച്ചു പോവാന്ന്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ തെറാപ്പി സെന്റർ. അതൊരു സ്പെഷ്യലാണ് കേട്ടോ ശരിക്ക്. അപ്പോ ആരെങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചികിത്സ ആലോചിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു പിന്നെ ഉചിത മാർഗമാണ് ഇപ്പൊ നമ്മള് ഡോക്ടർ മുബീൻ സാർ ഞങ്ങൾ കേട്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. തെറാപ്പി സെന്റർ പേര് സിനർജി ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്റർ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി, അതുപോലെ മഞ്ചേരിന്റെ അടിയിലേറ്റ് വാലഞ്ചേരി സലഫി റോട്ടിലാണ്. വാലഞ്ചേരി ആ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കാം. ബാക്കി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡോക്ടറായിട്ട് സംസാരിക്കാം. ഓക്കെ സാറേ, പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ.